മോളെ നീ ആ ചായ എടുത്തു കൊടുക്ക്. അച്ഛോ, നീ ഒന്നും ആലോചിക്കണ്ട. ആദ്യമായിട്ട് എൻ്റെ മോളെ ഒരാൾ പെണ്ണ് കാണാൻ വരുന്നത്. അപ്പോഴാണ് വരും. നീ ഇന്ന് വന്നേ. ഇതൊക്കെ അമ്മ വന്നിട്ട് പോരെ? പോരാ. കുഞ്ഞുമോള് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. അതുവരെ കാക്കണോ? എന്നാ പിന്നെ അച്ഛൻ കൊണ്ടുപോയി കൊടുക്കും. ഞാനോ? അവരെ എന്നെയല്ല നിന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നേ. അതുകൊണ്ട് എൻ്റെ മോള് ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുക്ക്. ചെല്ല്, അവരവിടെ കാത്തിരിക്കല്ലേ. ആ, അങ്ങനെയെങ്കിൽ അവരോട് അണ്ണാക്കൊന്നും നഞ്ഞോട്ട്. ഏത് നേരത്താണാവും അവർക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ചായ. ഓ, കുടിക്ക്. ചൂട്. നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ സജീവന്റെ പെങ്ങളെയും അളിയനും കൂട്ടിയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വരാം. ഓ, ആയിക്കോട്ടെ. ബിജിമോൾ എന്തോന്നും മിണ്ടാത്ത? അമ്മയോടും കൂടി ചോദിക്കാതെ എന്ത് തീരുമാനം പറയാനാ? അമ്മയും കൂടെ ഒന്ന് വന്നോട്ടെ. ആ, കുഞ്ഞുമോള് പഞ്ചായത്ത് വരെ ഒന്ന് പോയേക്കുവാ. ഇപ്പൊ വരുമായിരിക്കും. ഓ, അല്ല മോളെ? വരട്ടെ, ഞങ്ങൾക്ക് അങ്ങനെ ധൃതിയൊന്നുമില്ല. അത് ശരി. എനിക്കൊരു ശരി. കാര്യം. നോക്കി നിൽക്കാതെ അതൊന്ന് സഹായിക്കും മനുഷ്യ. ആ നമുക്കത് അങ്ങോട്ട് എന്നാലും. എന്നാ ശരി ചേച്ചി. പിടിച്ചോ. എന്തോന്ന് അതിനങ്ങോട്ട് കൊണ്ടുപോയി കെട്ടിയേക്ക്. ഇതൊരു ചാൻസ്. നല്ല ആക്റ്റീവ്. ഇതെന്തുവാ? പെണ്ണാണ് വളർത്താനാണ്. വളർത്താനല്ലേ? നല്ല ആക്റ്റീവ്. ഞാൻ നന്നായിട്ട് ഓടി. പറമ്പൊക്കെ നിങ്ങളുടെയാണോ? എന്നമ്മേ ആ കയറങ്ങോട്ട് കൊടുത്തോളൂ. അങ്ങോട്ട്. ഓടി തളർന്നു കാണും. ഇല്ല, കുഴപ്പമില്ല. ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ. നിങ്ങൾ അതിനെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ നോക്ക്. വല്ല കഴിക്കാനും കൊടുക്കണേ. വേണ്ട, ഞങ്ങൾ വിശക്കുന്നുണ്ടാവും. പോത്തിനായിരുന്നു. അല്ല, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ കല്യാണാലോചനയായിട്ട് വന്നതാ. ആർക്ക്? എനിക്കല്ല, നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാൻ ഇതിനെ കെട്ടിയിട്ട് വരാം. ഇതെന്റെ കൂട്ടുകാരനാ, ഇവന് വേണ്ടിയാ. എന്താ പേര്? സജീവൻ. എവിടെയാ ജോലി? കണ്ടക്ടറാ, KSRTC-ലാ. ആ, ഇക്കാലത്ത് സർക്കാർ ജോലി എന്നൊക്കെ പറയാനേ പറ്റൂ. ശരി, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അതും തൊലഞ്ഞു. നടക്ക്. ദാസവൻ തീരുമാനമൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ? അവിടെ പോയി അവരുടെ ഡിമാൻഡെല്ലാം അംഗീകരിച്ചിട്ട് വന്നേക്കുമല്ലേ. ദത്ത് നിൽക്കാനേ സംഗതി ശരിയാണ്. രണ്ടുപേർ കല്യാണം കഴിച്ച് സൗകര്യമായിട്ട് നിൽക്കാനുള്ള ഇടയൊന്നും ഈ വീട്ടിലില്ലായിരിക്കും. എന്ന് വെച്ചാൽ ഭാര്യ വീട്ടിൽ പോയി ദത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വേറെ താമസിക്കാനാണെങ്കിൽ ഒരു വീടെടുത്ത് മാറണം. അതല്ലേ അന്തസ്? ഈ ബന്ധം ശരിയാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ്, പക്ഷെ ശരിയാവായിക്കൊന്നില്ല. സജീവേട്ടൻ ആ കുട്ടി അത്ര ഇഷ്ടമായതുകൊണ്ടായിരിക്കും. ഒന്ന് സമ്മതിക്ക് ദാസേട്ടാ. ഞാൻ ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചു. നാട്ടുകാർക്കൊന്നും അത്ര നല്ല അഭിപ്രായമല്ല. പിന്നെ ഈ പറഞ്ഞ ബിജിമോള് പെണ്ണ് നല്ല പെണ്ണ് തന്നെയാണ്. പിന്നെ ആ തള്ളയുടെ ദത്ത് നിൽക്കണം എന്നുള്ള പിടിവാശി കൊണ്ട് അതിൻ്റെ കല്യാണം ഇത്രയും വൈകിയത്. സജീവ, ജീവിതം എന്ന് പറഞ്ഞാലേ ഒരു ടാർട്ട റോഡ് പോലെയാണ്. അത് ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ പൊളിഞ്ഞു പോകും. മനസ്സിലായോ നിനക്ക്? ഏട്ടൻ ഈ റോഡ് പണിയുടെ കാര്യം പറയാ, ചേട്ടൻ്റെ കല്യാണക്കാര്യം പറയാൻ നോക്ക്. എടി, അത് തന്നെ ഈ പറഞ്ഞു വരുന്നത്. വേണ്ട വിധത്തിൽ ആലോചിച്ച് കൃത്യമായിട്ട് കല്യാണം കഴിച്ചില്ലെങ്കിലേ പഞ്ചായത്ത് റോഡ് പോലെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊളിയൂന്ന്. ഓ, വീണ്ടും റോഡ് പണി. നമുക്ക് ആ പെൺകുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ?
സജീവേട്ടൻ ചിലപ്പോൾ ഇതായിരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടാവോ? ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. സജീവ, നീ കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ദത്തെടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ദാസേട്ടാ, അവർ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നെങ്കിലോ, എന്നൊരു മോനെപ്പോലെയാണ് അവർ കാണണമെങ്കിലോ. നീ എന്തായാലും അവളെ കിട്ടുവോളെന്ന് ഉറപ്പിച്ച്. പിന്നെ എന്തിനാണ് ഈ ആലോചനയൊക്കെ? ഞങ്ങളെന്തായാലും കട്ടയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവ അല്ലെങ്കിലും ദത്തന്റെ ഇവിടെ ദേ, ദാസ, രമേശാ, ഇനിയൊരു മാറ്റമില്ല. ഓക്കിന് അപ്പൊ 3 ഗ്ലാസ് വെള്ളം എടുത്തോ. പോടാ. ഓക്കെ അല്ലേ? ഓക്കെ. അവൻ്റെ ഒരു ഇളി. മക്കളെ, സജി മാമിന്റെ ഫോണും കൊടുത്തേ. ആ പോണ്ടേ. മാമ വേറെ ഫോൺ വാങ്ങിച്ചു തരാട്ടാ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങിയേക്കുവാ. ഒരു 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങ്. അത് പിന്നെ പ്രത്യേകം പറയണോ? അല്ല, എപ്പോ വേണമെങ്കിലും പോവാലോ. ശരി എന്നാ. ശരി ഏട്ടാ. നടക്ക് നടക്ക്. ഇനി എപ്പോഴാ അങ്ങോട്ട് വരുന്നത്? മാമ വരാട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ആ പോടാ. ബൈ. പെങ്ങളെയും കുട്ടികളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? വാ.